ഗൾഫ് മോഹങ്ങളുമായി കടൽ കടക്കുന്ന മലയാളി ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് എന്നും ആശ്രയമായിരുന്നു സൗദി അറേബ്യ എന്ന രാജ്യം. എന്നാൽ വിഷൻ 2030 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ തൊഴിൽ വിപണിയിൽ കാതലായ മാറ്റങ്ങളാണ് ദൃശ്യമാകുന്നത്. ദന്ത ചികിത്സാ രംഗത്തെ സ്വദേശിവൽക്കരണം 55% ഉയർത്തിയത് ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. മാറുന്ന സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ഇനി നിലനിൽക്കണമെങ്കിൽ പുതിയ സ്കില്ലുകൾ പഠിച്ചെടുത്തേ മതിയാകും. സാധാരണ ജോലികളിൽ സ്വദേശികൾ ആധിപത്യം ഉറപ്പിക്കുമ്പോൾ കൂടുതൽ സാങ്കേതിക മികവുള്ള മേഖലകളിൽ മാത്രമേ വിദേശികൾക്ക് ഇടം ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. സൗദി അറേബ്യയിലെ ദന്ത ചികിത്സാ രംഗം സ്വദേശീവൽക്കരണം 45 നിന്ന് 55% ഉയർത്തി. നിയമം പ്രാബല്യത്തിലായി കഴിഞ്ഞു. ഇതനുസരിച്ച് 3 അതിലധികമോ ദന്ത ഡോക്ടർമാരുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 55% സ്വദേശി ഡോക്ടർമാരെ നിയമിച്ചിരിക്കണം. ഇതാണ് ഇപ്പോഴത്തെ നിബന്ധന. ഇങ്ങനെ നിയമിക്കുന്ന സൗദി ദന്ത ഡോക്ടർമാർക്ക് കുറഞ്ഞത് 9,000 റിയാൽ ശമ്പളം നൽകണം. സ്വദേശി ദന്ത ഡോക്ടർമാർക്ക് ജോലി ഉറപ്പാക്കുകയും രാജ്യത്തെ ആരോഗ്യ മേഖലകളിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയുമാണ് സൗദിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. സ്വദേശികളെ നിയമിക്കുന്ന മാനവശേഷി വികസന നിധി വഴി ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം സബ്സിഡിയായി സർക്കാർ നൽകും. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ നൽകില്ല. മാത്രമല്ല, നിലവിലുള്ളവ പുതുക്കാനും അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പും സൗദി ഭരണാധികാരികൾ നൽകുന്നുണ്ട്.